മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമാണ് വാമനൻ. മഹാബലി ചക്രവർത്തിയെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിന് വേണ്ടിയാണ് മഹാവിഷ്ണു വാമനനായി അവതരിച്ചത്. പ്രഹ്ലാദൻ്റെ പൗത്രനായിരുന്നു മഹാബലി. പാലാഴി കടഞ്ഞ് സമ്പാദിച്ച അമൃതിനു വേണ്ടി ദേവാസുരന്മാർ തമ്മിൽ യുദ്ധം ആരംഭിക്കുന്നു. ആ യുദ്ധത്തിൽ ഇന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് മഹാബലിയെ വധിക്കുന്നു. മഹാബലിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ട് അസുരന്മാർ പാതാളത്തിലേക്ക് പോയി. അവിടെ വെച്ച് അവരുടെ ഗുരുവായ ശുക്രാചാര്യർ മഹാബലിയെ ജീവിപ്പിച്ചു. അതിനുശേഷം കൂടുതൽ ശക്തിശാലിയായി മാറിയ മഹാബലി ദേവലോകത്ത് ചെന്ന് യുദ്ധം ചെയ്ത് ദേവന്മാരെ തോൽപ്പിച്ച് ദേവലോകം കൈവശപ്പെടുത്തി. കശ്യപന് അതിഥിയിൽ ജനിച്ചവരായിരുന്നു ദേവന്മാർ. ദേവന്മാരുടെ പരാജയം അതിഥിയെ വല്ലാതെ വിഷമിപ്പിച്ചു. അവൾ ദ്വാദശി വ്രതം നോറ്റ് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി തൻ്റെ മക്കളായ ഇന്ദ്രദേവാദികൾക്ക് നഷ്ടപ്പെട്ടുപോയ പ്രതാപം തിരിച്ചെടുത്തു തരണമെന്ന് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് മഹാവിഷ്ണു ഇന്ദ്രൻ്റെ അനുജനായി വാമന രൂപത്തിൽ അതിഥിക്ക് പുത്രനായി ജനിച്ചു. ഈ സമയത്ത് മഹാബലി ചക്രവർത്തി ലോകമെല്ലാം ജയിച്ച് നർമ്മദാ തീരത്ത് ഒരു യാഗം നടത്തുകയായിരുന്നു. അവിടെ വന്നുകൂടിയ അനേകം മുനിമാരോടൊപ്പം വാമനനും അവിടെ എത്തിച്ചേർന്നു. വാമനൻ മഹാബലിയോട് 3 അടി സ്ഥലം ഭിക്ഷയായി യാചിച്ചു. ശുക്രാചാര്യർ ഈ ദാനത്തെ തടഞ്ഞുവെങ്കിലും മഹാബലി സമ്മതിച്ചില്ല. തൻ്റെ രാജ്യങ്ങളിൽ എവിടെ നിന്ന് വേണമെങ്കിലും 3 അടി സ്ഥലം അളന്നെടുത്തുകൊള്ളുവാൻ മഹാബലി വാമനനെ അനുവദിച്ചു. ഉടൻ തന്നെ വാമനൻ തൻ്റെ ശരീരം ആകാശത്തോളം ഉയർത്തി സ്വർഗം, ഭൂമി, പാതാളം എന്നീ 3 ലോകങ്ങളും 2 അടി കൊണ്ട് അളന്നെടുത്തു. 3-ാമത്തെ അടി വയ്ക്കുവാൻ സ്ഥലം എവിടെയെന്ന് മഹാബലിയോട് ചോദിച്ചു. തൻ്റെ തലയിൽ ചവിട്ടി 3-ാമത്തെ അടി തികയ്ക്കുവാൻ സത്യസന്ധനായ മഹാബലി അനുവദിച്ചു. തൻ്റെ 3-ാമത്തെ അടി മഹാബലിയുടെ ശിരസിൽ വെച്ച വാമനൻ അദ്ദേഹത്തെ പാതാള ലോകത്തിലേക്ക് താഴ്ത്തി. അങ്ങനെ ദേവന്മാർക്ക് തങ്ങളുടെ നഷ്ടപ്പെട്ട രാജ്യവും പ്രതാപവും തിരികെ ലഭിച്ചു.